കൊല്ലം ചിത്രയിൽ വാടക തർക്കത്തെ തുടർന്ന് ഉടമകൾ വീട് ഇടിച്ചു തകർത്ത സംഭവത്തിൽ വാടകക്കാരെ മാറ്റി വീടിടിച്ചു നിരത്താൻ പ്രതികൾ ആസൂത്രണം നടത്തിയെന്ന് എഫ്ഐആർ. ദമ്പതികളെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ ഉടമകൾ പോലീസിൽ വ്യാജ പരാതി നൽകി. അബ്ദുൾ വാഹിദിനെയും സുഹ്ര ബീവിയെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച സമയം നോക്കി മണ്ണുമാന്തി കൊണ്ട് വീട് തകർക്കുകയായിരുന്നു. സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ആദ്യം പ്രതികരണം കാണാം. ദിൽവർ വിളിച്ചോണ്ട് വന്ന ഈ വണ്ടി ഇടിക്കുന്നത് ദിൽവറും അൻവറും കൂടെ ചേർന്ന്. ഈ ദിൽവർ എന്ന് പറഞ്ഞവൻ ചിതറെ ചെരുപ്പ് കടയൊക്കെ ഉള്ളതാണ്. ഈ അൻവർ എന്ന് പറഞ്ഞവൻ ഹെൽത്ത് ഇൻസ്പെക്ടർ, കുക്ക് ഇൻസ്പെക്ടർ, മെഡിക്കൽ ഷോപ്പും ഒക്കെ ചിതറയിലുണ്ട്. ഞങ്ങൾക്ക് ഒരു രൂപയ്ക്ക് മാർഗമില്ല. ഞങ്ങളിങ്ങനെ 4 ചായ ഒഴിച്ചാൽ ജീവിക്കുന്നത്. എം മനോജ് ഉണ്ട് കൊല്ലത്ത് നിന്ന്. മനോജ്, ഒരു കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ്. വാടകക്കാരുമായിട്ടുള്ള തർക്കമാണ്. ആ തർക്കത്തിന്റെ പേരിൽ വീട്ടുടമസ്ഥർ വീട് തന്നെ ഇടിച്ചു നിരത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രജിത്ത്, കഴിഞ്ഞ ദിവസമാണ് ചിതറയിൽ ഈ സംഭവം നടക്കുന്നത്. 8 വർഷക്കാലമായി അബ്ദുൾ വാഹിദും സുഹ്ര ബീവിയും ഈ വീട്ടിൽ താമസിച്ച് വരികയായിരുന്നു. വാടകയ്ക്കായിരുന്നു താമസിച്ചത്. പിന്നീട് വാടക കൂട്ടിച്ചോദിക്കുകയും അതോടൊപ്പം തന്നെ മാസങ്ങളോളം വാടക നൽകാതിരിക്കുകയും ചെയ്തു എന്നതാണ്. അതിനുശേഷം ഈ സംഭവം കോടതിയിലെത്തുന്നു. കോടതി ഈ ഒഴിപ്പിക്കുവാനുള്ള ഒരു ഉത്തരവ് നൽകുന്നു. പിന്നീട് അത് സ്റ്റേ ആവുന്നു. അങ്ങനെ ഈ കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് സുഹ്ര ബീവിയെയും അബ്ദുൾ വാഹിദിനെയും വിളിപ്പിച്ചത്. ഇവർ പോലീസ് സ്റ്റേഷനിലെത്തിയ സമയം കൊണ്ട് ഈ വീടിനെ ഇടിച്ചു നിരത്തുകയായിരുന്നു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചായിരുന്നു ഇടിച്ചു നിരത്തിയത്. തിരിച്ചു വന്നപ്പോൾ ഈ വീട് അവിടെ ഇല്ല, മുഴുവൻ തകർത്തിട്ടിരിക്കുന്നു. ഇത് തുടർന്നാണ് പിന്നീട് പോലീസ് ഈ സംഭവം പുറത്തറിയുന്നതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഈ ദിൽവർ, അൻവർ എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതായത് ഇവരെ ആസൂത്രണം ചെയ്തുകൊണ്ട് ഒരു വ്യാജ പരാതി നൽകുകയും തുടർന്ന് ഇവർ അവിടെ നിന്നും മാറി നിൽക്കുമ്പോൾ ആ വീട് പൊളിച്ചു നീക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും വ്യാജ പരാതി നൽകി പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അതോടൊപ്പം തന്നെ ഈ വീട് പൊളിച്ചു മാറ്റാൻ ഗൂഢമായിട്ടുള്ള ഒരു ആസൂത്രണം നടത്തിയെന്നതുമാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ വീട് നഷ്ടപ്പെട്ട ഇരുവരും കടവരാന്തയിലാണ്, അവിടെ അതിന് സമീപത്താണ് കിടന്നുറങ്ങിയത്. അപ്പോൾ തന്നെ പല രീതിയിലുള്ള ഈ കല്ലെറിയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി എന്നാണ് ഇവരൊക്കെ പറയുന്നത്. എന്തായാലും നിലവിൽ ഇങ്ങനെ ഒരു സാഹചര്യമാണ് ഈ സ്ഥലത്തുള്ളത്. ഈ ഉടമസ്ഥരെന്ന് പറയുന്നത് ഈ അൻവറും ദിൽവറുമാണ്. ഇവരുടെ പേരിൽ ഉള്ള സ്ഥലമാണ്. ഇവരുടെ പിതാവ് ആണ് വാടകയ്ക്ക് നൽകിയത്. ഈ സമയത്താണ് ഈ 8 വർഷമായി ഇവർ വാടകയ്ക്ക് അവിടെ താമസിച്ചു വന്നത്. എന്തായാലും ഇതിൽ ഇരുഭാഗത്തെയും വിഷയങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കോടതി നടപടിയും മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ മനോജ്, എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. വാടകക്കാരുമായിട്ടുള്ള തർക്കത്തെ തുടർന്ന് വീട്ടുടമസ്ഥർ വീട് തന്നെ ഇടിച്ചു നിരത്തി. എന്തായാലും ഇതിൽ എന്ത് നടപടിയാണ് പോലീസും ഒക്കെ സ്വീകരിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം.